ക്രൈസ്തലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം നിങ്ങളുടെ മധ്യത്തിൽ പ്രഘോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂപ്പരപ്പിൽ ഒരവസരം കൂടെ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത് ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത ഭാഷ വ്യത്യാസമെന്നെ, സംഘടനാഭേദമെന്നെ അടിയനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുഞ്ഞുങ്ങൾക്കും, വിശ്വാസ കുടുംബങ്ങൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനമർപ്പിക്കുന്നു. തിരുവചന ചിന്തയിലേക്ക് കടക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നു. തിരുവചന ചിന്ത എന്ന് പറയുമ്പോൾ ഒരു ഉപദേശിയുടെ പരിതാപത്തെക്കുറിച്ച് 10-11 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ള ഒരു ചിന്ത പറയുവാനായി താല്പര്യപ്പെടുന്നു. ഒരു ഉപദേശിയുടെ, അല്ലെങ്കിൽ ഉപദേശി എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല, റവറൻറ്റ് ഡോ എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുള്ളൂ. എന്നാലും എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ഉപദേശി എന്ന് പറയുന്നത് നല്ലത്. ഉപദേശി എന്ന് പറഞ്ഞാൽ ഉപായത്താൽ ദേശം ചുറ്റുന്നവനല്ല ഉപദേശി, ഉപദേശം സമർത്ഥിക്കുന്നവനാണ് ഉപദേശി. അതുകൊണ്ട് ഉപദേശി എന്ന് എന്നെ വിളിക്കുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല. പലരും എന്നെ ഉപദേശി എന്ന് വിളിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഉപദേശി എന്ന് വിളിക്കുന്നതാണ് നല്ലത്. പാസ്റ്റർ എന്ന്, ഞാൻ പാസ്റ്ററല്ല, ഞാനൊരു സുവിശേഷകനാണ്. അപ്പോൾ പിന്നെ ദൈവം തരുന്ന ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഒരു ഉപദേശിയുടെ പരിതാപം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവൻ ഒരു യുവാവാണെങ്കിൽ പക്വത ഇല്ലാത്തവൻ എന്ന് പറയും. ഇടയനെ കുറിച്ച് വേണമെങ്കിലും എടുക്കുക, ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചും എടുക്കുക. അവനൊരു യുവാവാണെങ്കിൽ അവൻ പക്വതയില്ലാത്തവനാണെന്ന് പറയും. വയസ്സനാണെങ്കിൽ കാലത്തിന് ചേരാത്തവനെന്നും പറയും. വളരെ ശ്രദ്ധിച്ച് കേട്ടോണേ. വയസ്സനാണെങ്കിൽ കാലത്തിന് ചേരാത്തവനെന്ന് പറയും. കാരണം ഞാൻ അനുഭവം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുക. ഇന്ന് വയസ്സന്മാരെ വേണ്ട, ടൈയും കോട്ടും സൗന്ദര്യമുള്ളവരെ മാത്രം മതി. അത് നല്ലതാ. സൗന്ദര്യം ദൈവം കൊടുക്കുന്നതാ, ടൈയും കോട്ടും ദൈവം കൊടുക്കുന്നതാ. ഞാൻ 10-30 വർഷങ്ങൾക്ക് മുമ്പേ ടൈയും കോട്ടൊക്കെ ഊരി വെച്ചിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം മനസ്സിലായല്ലോ. അവനൊരു യുവാവാണെങ്കിൽ, യൗവനക്കാരനാണെങ്കിൽ അപ്പോൾ പക്വതയില്ലാത്തവനെന്ന് ജനം വിധി എഴുതും. വയസ്സനാണെങ്കിൽ കാലത്തിന് ചേരാത്തവനെന്ന് വിധി എഴുതും. രണ്ടാമത്, നോട്ട് നോക്കി പ്രസംഗിച്ചാൽ ഉണങ്ങിയ പ്രസംഗമായി മാറും. നോട്ട് നോക്കി പ്രസംഗിച്ചാൽ ഉണങ്ങിയ പ്രസംഗമെന്ന് ഇവർ വിധി എഴുതും. നോട്ട് നോക്കാതെ പ്രസംഗിച്ചാൽ ആഴമില്ലാത്ത പ്രസംഗവും എന്ന് പറയും. ഏതെടുത്താലും കുറ്റമാണ്. വിഷയത്തിലേക്ക് വരാം. വേദപഠനത്തിനും പുസ്തക പാരായണത്തിനും വളരെ സമയമെടുത്താൽ, അല്ലെങ്കിൽ എടുക്കുകയും സന്ദർശനങ്ങൾ കുറയ്ക്കുകയും ചെയ്താൽ സഭാംഗങ്ങളെപ്പറ്റി കരുതലില്ലാത്തവനെന്ന് വിധി എഴുതും. സന്ദർശനങ്ങൾ വളരെ ആയാലോ ചുമ്മാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനെന്ന് പേര് വിളിക്കും. അത് പറയും. കാരണം ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. അടുത്ത് നാലാമതായിട്ട് ഉപദേശി അഭിവൃദ്ധികരമായ ഉപദേശങ്ങൾ സഭയ്ക്ക് നൽകിയാൽ അധികാരഭൂമി എന്ന് പറയും, അല്ലെങ്കിൽ വിളിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നാൽ അപ്രാപ്തൻ എന്നായിരിക്കും വിധി.
ഇത് കേൾക്കുന്ന ഉപദേശിമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എന്നിട്ട് പറഞ്ഞാൽ മതി. അടുത്ത് 5, പ്രസംഗത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഉപയോഗിച്ചാൽ തിരുവചനം അറിഞ്ഞുകൂടാത്തവൻ എന്ന് പറയും. ദൈവവചനത്തിൽ നിന്ന് മാത്രം പ്രസംഗിച്ചാൽ തിരുവചന വിഷയങ്ങളെ തെളിയിക്കുവാൻ കഴിവില്ലാത്തവനെന്ന് പറയും. എന്ത് ചെയ്താലും കുറ്റമാ. ഞാൻ ഓടിച്ചു പറയാം. കുറ്റക്കാരനെ ശാസിച്ചാൽ അവൻ നെഗളിയായി മാറും. ശാസിക്കാതിരുന്നാൽ ധൈര്യമില്ലാത്തവനെന്ന് വിധി എഴുതും. ഈ 2 കൂട്ടരുണ്ടല്ലോ, എല്ലാ സഭകളിലും 2 കൂട്ടരുണ്ടല്ലോ. പ്രസംഗം നീണ്ടുപോയാൽ ആളുകളെ മുഷിപ്പിക്കുന്നവനെന്ന് വിധി എഴുതും. പ്രസംഗം ചുരുങ്ങിയാലോ ഇവൻ മടിയനെന്ന് വിധി എഴുതും. ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാ ഇത് പറയുന്നത്. 8, തിരുവചന സത്യങ്ങളെ പ്രസംഗിച്ചാൽ വിശ്വാസികളെ മുറിപ്പെടുത്തുന്നവനെന്ന് പറയും. വിശ്വാസികൾക്ക് മുറിവുണ്ടാക്കുന്നവൻ എന്ന് പറയും. തിരുവചന സത്യങ്ങളെ പ്രസംഗിച്ചില്ലെങ്കിലോ കപടഭക്തൻ എന്നായിരിക്കും വിധി. അടുത്തതായിട്ട് 9, എല്ലാവരെയും പ്രസാദിപ്പിക്കാതിരുന്നാൽ ഭിന്നതയുണ്ടാക്കുന്നവൻ എന്നായിരിക്കും വിധി എഴുതുന്നത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അഭിപ്രായ സ്ഥിരത ഇല്ലാത്തവനെന്ന് വിധി എഴുതും. ഇതൊന്ന് ഓർത്തിരിക്കണേ ഉപദേശിമാര്. 10, ദശാംശത്തെ പറ്റി പ്രസംഗിച്ചാൽ ദ്രവ്യാഗ്രഹി എന്ന് പറയും. പ്രസംഗിച്ചില്ലെങ്കിലോ സഭയുടെ ആവശ്യങ്ങളെപ്പറ്റി കരുതലില്ലാത്തവനെന്ന് വിധി എഴുതും. ഈ 10 കാര്യം ഉപദേശിമാരനുഭവിക്കുന്ന ഒരു പരിതാപപരമായ കാര്യങ്ങളാണ്. ഒരിക്കൽ ഒരു ദൈവദാസൻ സഭയിൽ എന്നും കുത്തിപ്രസംഗിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷങ്ങളുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തുന്നവർ, അതായത് തോട്ടത്തിലെ നടുവിലെ വൃക്ഷം, അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഞാനൊരിക്കൽ ഒരു സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൂതൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന വിഷയം അങ്ങ് പ്രസംഗിച്ചാൽ. ഞാൻ പറഞ്ഞത് നീ അങ്ങ് പ്രസംഗിച്ചോളാൻ പറഞ്ഞു, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എവർ പറയുന്ന കുറിവാക്യങ്ങളും കൊണ്ട് നിൽക്കാൻ പറ്റൂല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകും. അപ്പം അങ്ങനെ പറ്റത്തില്ലേ? അതെ, പറ്റും. അമേരിക്കയിലും അങ്ങനെയാന്നാ പറയുന്നത് കേട്ടെ. അവർ പറയും, വിഷയം കൊടുക്കും, അതിനനുസരിച്ച് ഒരു 5-6 പോയിന്റും അങ്ങ് എടുത്തു വേണം. മനസ്സിലായില്ലേ? അങ്ങനല്ല. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. അധികാര ഭൂമികളൊക്കെ ഒന്ന് അടങ്ങണം, അതേ പറയുന്നുള്ളൂ. ഒന്ന് അടങ്ങണമെന്നേ. തിരുവെഴുത്ത് സത്യങ്ങളെ വിളിച്ചറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. തിരുവെഴുത്ത് സത്യങ്ങൾ പറയട്ടെ. 66 പുസ്തകത്തിനകത്തുനിന്ന് 1189 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങളിൽ നിന്ന് പ്രസംഗിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് എഴുതി. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് പത്രോസ് അപ്പോസ്തലന്റെയും വെളിപ്പാടുണ്ട്, അത് അംഗീകരിച്ചിട്ടില്ല. പത്രോസ് അപ്പോസ്തലന്റെ വെളിപ്പാട് പുസ്തകമുണ്ട്, അത് ചരിത്രം അറിയാന്നുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ അത് ഇറക്കിയിട്ടില്ല. ഇറക്കാത്തതിന്റെ കാരണം എന്താ? അത് ദൈവ നിയോഗമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്. നമുക്കിത് മതിയല്ലോ, ഇത്രയും മതിയല്ലോ, ഒരു ആയുഷ്കാലം മുഴുവനും പ്രസംഗിച്ചാൽ തീരാത്ത. അപ്പോൾ അങ്ങനെ കുത്തി പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർ സഭയിൽ, പാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇടയൻ സഭയിൽ, ഇടയനാണല്ലോ ആടുകളെ പരിപാലിക്കേണ്ടത്, അല്ലാതെ പാസ്റ്റർമാരല്ലല്ലോ.
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പാസ്റ്റർ ആകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ല. അത് എഫെസ്യർ 4:8-11 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പൊതു ശുശ്രൂഷകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രവാചകൻ, അപ്പോസ്തലൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, 5 വിധ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഇടയൻ എന്നുള്ളിടത്ത് പാസ്റ്ററല്ലേ വന്നേ? ഞങ്ങളൊക്കെ പഠിച്ച ഷെപ്പേഡെന്നാ. ഐ ആം ദ ഗുഡ് ഷെപ്പേഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. പാസ്റ്റർ എന്നുള്ള വിടുതലിന്റെ ശുശ്രൂഷയിൽ കൂടെ വരുന്നത് 5 വിധ ശുശ്രൂഷകൾ. അതിനടുത്ത് എല്ലാവരും അങ്ങ് പാസ്റ്ററായി. ഇപ്പോൾ മൊത്തം പാസ്റ്റർ, എവിടെ പോയാലും പാസ്റ്റർ, അമേരിക്ക പോയാലും പാസ്റ്റർ, ലണ്ടനിൽ പോയാലും പാസ്റ്റർ, ദുബൈയിൽ വന്നാലും പാസ്റ്റർ, സകലത്ത് കേരളത്തിൽ പോയാൽ പിന്നെ പാസ്റ്റർമാരുടെ ബഹളം. പോട്ടെ, ഞാൻ ആ വിഷയം കടക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ അങ്ങനെ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്തൃദാസനോട് അവിടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് കുറിവാക്യം തരും, അത് വെച്ച് വേണം പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞു. പാട്ട് പാടി ആരാധിച്ചു, സങ്കീർത്തനം വായിച്ചു, സ്തോത്രകാഴ്ച എടുത്തു, എല്ലാം കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ തോട്ടത്തിലെ വൃക്ഷം പറഞ്ഞു, നടുവിലെ വൃക്ഷം പറഞ്ഞു. തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ടല്ലോ. തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഉൽപ്പത്തി പുസ്തകം 1:1 അതിൽ നിന്ന് ഇയാൾ 1 മണിക്കൂർ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു കട്ടോ നോക്കിക്കൊണ്ടേ. സഭ ഭരിക്കുന്നത് ജനങ്ങളല്ല, ഇടയനാ ഭരിക്കേണ്ടേ. ഇടയന് സ്ഥാനമില്ല. ഞങ്ങൾ പറയും നീ ചെയ്തോണം, പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ നീ ചെയ്യണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തോണം. അധപ്പതനം തുടങ്ങിയില്ലേ ദൈവസഭകൾക്ക്? അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1:1 കൊടുത്തു. പുള്ളി ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രിയ സഹോദരങ്ങൾ തന്ന തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടെ സംസാരിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പുള്ളി വീണ്ടും വായിപ്പിച്ചു. അവർ വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഈ വചനം വായിച്ച് കേട്ടാൽ തോന്നുന്നു യവന്മാരെല്ലാം കൂടിയാണ് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചെന്ന് തോന്നുമെന്ന് പറഞ്ഞു. അപ്പോഴും അവിടെയും കുറ്റം വന്നില്ലേ? അന്ന് തൊട്ടവരുടെ കുറിവാക്കി നിന്നു. പറയാനും ആള് വേണം, കുറവുകളെ വെളിപ്പെടുത്താനും ആള് വേണം. ഇതൊന്നിനും ആരും സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക കേട്ടോ. അപ്പോൾ എന്താണിത് എടുത്തതെന്ന് ചോദിച്ചാൽ, എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളാണ്. സുവിശേഷം അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ വന്നിരിക്കുക. കാരണം ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിന് മലാക്കി 3:10 വചനം എടുത്തുകൊണ്ട് നിന്റെ ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയുന്നത് കൊണ്ട്, എന്നാലേ നിന്റെ ആകാശം തുറന്ന് നിനക്ക് കിട്ടുമെന്ന് പറയുന്നത് കൊണ്ട്, അല്ലാതെയും ചില വാക്യങ്ങളുണ്ടോ നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്ക് എൻ്റെ തിരുവഴുത്തിലേക്ക് ഞാൻ കിടക്കാം. ഒന്നാമതായിട്ട് യഹൂദനെ തന്നെ എടുക്കാം. ഒരു യഹൂദൻ 3 തരത്തിൽ ദശാംശം കൊടുക്കണം. ആലയത്തിൻ്റെ അവിടെ 3 ഭരണിയാണ് വച്ചിരിക്കുന്നത്. ഒന്ന് ലേവ്യരുടെ ഉപജീവനത്തിനായി കൊടുക്കണം. പുരോഹിതന്മാർക്ക് അവരുടെ ഉപജീവന മാർഗത്തിനായി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ 4 ഭരണി വെക്കണമെന്നാണ്. 2 ഉത്സവങ്ങൾക്ക് ഇവരെന്ത് ചെയ്യണം? ദശാംശം മാറ്റണം, അവർക്ക് കിട്ടുന്നതിൽ നന്മ മാറ്റണം. മൂന്നാമതായിട്ട് ഇവർ ദൈവാലയ ചെലവുകൾക്ക് ഇവർ കൊടുക്കണം. 4 ഓരോ 3 വർഷം കൂടുന്തോറും
അനാഥർക്കും പരദേശികൾക്കും വിധവമാർക്കും എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി അത് മാറ്റിവെക്കണം. ഭരണയിലും വ്യത്യാസമുണ്ട്, വയൽപ്പച്ചെറുപ്പമുണ്ട്. ഏറ്റവും ചെറുത് അതാണ് ഒരു വിധവ 2 കാശിട്ടത് ഏറ്റവും ചെറിയതിലാണ്, ചെറിയ പണ്ട്. അതാ കർത്താവ് പറഞ്ഞ് അവൾ ഈ ഇട്ടവരെക്കാൾ കൂടുതൽ അവൾ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ വാക്യം തരാം. ആവർത്തനം 14:22 മുതൽ 24 വരെയുള്ള വാക്യം, ആവർത്തനം 14:28, 29 വാക്യങ്ങൾ ഒക്കെ കിടപ്പുണ്ട്. അപ്പം ഈ 3 കാര്യത്തിൽ കൊടുക്കണം. 14:27 പറയുന്നത്, ആവർത്തനം 14:20, ലേവ്യന് നിന്നോടുകൂടെ ഓഹരിയോ ഒന്നുമില്ല, ദശാംശമൊന്നുമില്ല. 11 ഗോത്രങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, അവർക്ക് അവകാശം വീതിച്ചു കൊടുക്കുമ്പോൾ ലേവ്യരെ മാറ്റി നിർത്തി, അവരോടുകൂടെ അവകാശം ഇല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഞാൻ തിരുവെഴുത്ത് തരാം. എന്ന് പറഞ്ഞാൽ ഞാനൊന്നല്ല കുത്തിക്കുറിച്ചൊക്കെ വച്ചിരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം നിങ്ങൾ ഫുള്ള് വായിക്കണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം ഫുള്ള് നിങ്ങൾ വായിക്കണം, ലേവ്യർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇനി തിരുവെഴുത്തിലേക്ക് വരുമ്പോഴോ, ദശാംശം എന്ന് പറഞ്ഞാൽ ആരും ഇത് തുടർന്ന് വായിക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് കയറിപ്പോൾ ദശാംശം എന്നുള്ളൊരു പദം പറയാത്ത ഒരു ഉപദേശിയുടെ പരിതാപകരം എന്ന് മാത്രം അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു യഹൂദൻ ചെയ്യണം. പിന്നെ ചിലവർ ചെയ്യുന്നത് ചതകുപ്പ, മത്തായി 23-ലാണെന്ന് തോന്നുന്നു, 23-ാം വാക്യം, ചതകുപ്പ, ജീരകം, തുളസി ഇല ഇതൊക്കെ കൊടുക്കും. പരീശൻ്റെ പ്രാർത്ഥനയാണ് ദശാംശം കൊടുക്കുന്നത്. കാഴ്ചയ്ക്ക് വലിപ്പമുണ്ട്, അകത്തെങ്ങും ഒന്നുമില്ല. പണ്ടൊരുത്ത ഒരു ചെക്ക് തന്നു എനിക്ക്. ഞാനിരുമ്പോൾ ഒരിക്കൽ പറഞ്ഞ് വേദന ഉണ്ടൊക്കെ പറയുന്നത്, അവനും ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ അത് മാറിയിട്ടില്ല. വർഷം കുറേയായി, 10 വർഷത്തിൽ കൂടുതലായി. അടുത്ത് വലിച്ചേറി കളഞ്ഞു. ചില കവറിനകത്തൊന്നും കാണത്തില്ല. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ കൊടുക്കുന്ന? ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ? കവർ കൊടുത്തിട്ട് കവറിനകത്തൊന്നും ഇല്ലെങ്കിലോ? വളരെ സങ്കടമുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ അവരവർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ പഴയ നിയമത്തിലല്ലേ ദശാംശം കൊടുപ്പ് പരിപാടി? പ്രമാണം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തിരുവചന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതിൽ വചനം ഉണ്ടായിരുന്നു. പക്ഷെ വചനം ദൈവമായിരുന്നു. അതിൽ വചനമാണ്. 119 സങ്കീർത്തനം 89 വാക്യം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം തന്നെയാണ്. എങ്കിലും പ്രമാണം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് അബ്രാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, എബ്രായർ 7-ാം അധ്യായം, ഇതിലൊക്കെ കിടപ്പുണ്ട്. 8-ാം അധ്യായം, 6-ാം അധ്യായം, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട്. ചിന്താവിഷയത്തിലേക്ക് വരാം. സദൃശവാക്യം 31:20, സദൃശവാക്യം 31-ാം അധ്യായം എഴുതിയത്, അല്ലെങ്കിൽ അത് അവിടെ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ശലോമോന്റെ അമ്മയായ ബത്ശേബ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെ 31:20 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവളുടെ കൈ എളിയവർക്ക് തുറന്നു കൊടുത്തെന്നാണ്. ഒരുത്തണം തുറക്കൂല, മുറുക്കി പിടിച്ചു വെച്ചോണ്ടിരിക്കുക. ഒരിക്കൽ യാക്കോബ് കണ്ടില്ലേ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പുള്ളി ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് തലയണ വെച്ച് കിടന്ന് ഉറങ്ങി. അവസാനം സ്വർഗത്തിലെ ദൂതന്മാർ ഒരു ഗോവേണേറ്റം ഭൂമിയിലും ഒന്ന് മുകളിലുമായിട്ടിരിക്കുന്നത് കണ്ടു. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. അവസാനം അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇത് യഹോവ വസിക്കുന്ന സ്ഥലമാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട് ഒരു തൂണ് നാട്ടി, ഇത് ദൈവത്തിനൊരു യാഗപീഠം ഞാനിവിടെ പണിയും, ദൈവത്തിനൊരു ആലയം പണിയും, യാഗപീഠം പണിയും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടുന്നത് ദശാംശം ഞാൻ കർത്താവിന് കൊടുക്കുന്നു. പൈസ സ്ഥാനത്തിന് വേണ്ടി, സ്ഥാനമോഹത്തിന് വേണ്ടി, എല്ലാത്തിനും
കബളിപ്പിച്ചോടിയവൻ്റെ ദശാംശത്തിൻ്റെ കെട്ടഴിഞ്ഞത് അവിടെയാണ്. സകലത്തിൽ ഞാൻ ദശാംശം കൊടുക്കുമെന്ന് 22-ാം വാക്യത്തിൽ 28-ൻ്റെ ഉൽപ്പത്തി 28-ൻ്റെ 22. അപ്പം ഈ ദശാംശത്തിൻ്റെ കെട്ട് ഇതുവരെ അഴിഞ്ഞിട്ടില്ല. ഇനി ദശാംശമാണോ? അല്ല. പുതിയ നിയമസഭയ്ക്ക് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്ക്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? 1 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ചു നോക്ക്. ഓഹരിയല്ലേ കൊടുക്കേണ്ടത്? ദശാംശം കറക്റ്റാ കൊടുക്കത്തില്ല, പിന്നാട്ട് ഓഹരി. ലക്ഷങ്ങളും കോടികളും നിന്റെയൊക്കെ കയ്യിലുണ്ടെങ്കിലും അടുത്ത് കൂടെ ഇരുന്ന് ആരാധിക്കുന്നവൻ പട്ടിണി ഇരുന്നാലേ അവനെ ഒന്നൊരു 1 കിലോ അരി വാങ്ങാൻ കാശ് കൊടുക്കുമോ? വീട്ടുകാരും നാട്ടുകാരും നോക്കുമ്പോൾ അവൻ ഭർത്താവ് ഗൾഫിലാ, പക്ഷെ പാവങ്ങള് ഒരു കുപ്പൂസും തിന്ന് വെള്ളവും കുടിച്ച് അതുപോലും കിട്ടാതെ. ഇന്ന് എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ 7 കോടി രൂപ കടമാണ് എനിക്ക്. പക്ഷേ ആ സഹോദരൻ ഇത് കേൾക്കുന്നുണ്ട്. 7 കോടി രൂപ കടമാണ്, പക്ഷേ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എവിടെയാ താമസിക്കുന്നേ? ആ കൂടെ ഉള്ളവനെ നമ്മളൊന്ന് കരുതണ്ടേ? അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അങ്ങ് ഗ്ലോറി അല്ലേലിയാൻ പറഞ്ഞില്ല. അപ്പൊ അവളുടെ കൈ എളിയവർക്ക് തുറന്നു കൊടുത്തു. ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടും. തീർത്ത് കേൾക്കണേ, ദൈവത്തെ ഓർത്ത്. അടുത്ത വാക്യം ഞാൻ പറയാം. 28-27. ദരിദ്രന് കൊടുക്കുന്നവർക്ക് കുറച്ചിലുണ്ടാകത്തില്ല. കണ്ടോ? ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകയില്ല. കണ്ണടച്ച് കളയുന്നവനോ ഏറിയ ശാപം ഉണ്ടാവുമെന്ന്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റില. ഞങ്ങൾക്ക് ശാപമൊന്നും ഉണ്ടാവത്തില്ല എന്നൊന്നും പറയണ്ട. പാരമ്പര്യ ശാപം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തറച്ചു. അത് ഇതിനകത്ത് വീഡിയോ കിടപ്പുണ്ട്, വേണം കണ്ടാൽ മതി. ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ് നടിച്ചാൽ മതി, കിട്ടും. ഓക്കെ, അതിനകത്ത് കിടപ്പുണ്ട് ശാപത്തെക്കുറിച്ച്. ഞാനതിലേക്ക് കടക്കുന്നില്ല, ഞാൻ തിരുവെഴുത്ത് പറയുന്നുള്ളൂ. അടുത്ത പദമാണ് സാർശ്വാക്യം 19-17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവന് പ്രതിഫലം കൊടുക്കുന്നു. എളിയവനോട് കൃപ കാട്ടുന്നു. ആരാ എളിയവനോട് കൃപ കാട്ടുന്നത്? അവനൊരു കൈ തരത്തില്ലല്ലോ. പ്രൈസ്തലോട് പറഞ്ഞ ഒരു കൈ തരില്ലല്ലോ. അവനൊക്കെ സ്വർഗരാജ്യത്തിൽ പോവുമോ? കച്ചടയെ കൊണ്ട് കളയുന്ന ആഹാരം പോരെ ഈ പാവപ്പെട്ടവന് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. അത് മാറ്റിവെച്ചാൽ പോരെ. എന്നിട്ട് യഹൂദന്മാരെ കുറ്റം പറയുക. എൻ്റെ രീതി പറഞ്ഞാൽ തിരുവഴുത്തിന് അടിസ്ഥാനത്തിൽ നിന്ന് ഉത്സവങ്ങൾക്ക് കൊടുക്കണം, ദേവീന് കൊടുക്കണം, ആലയം പണിക്ക് കൊടുക്കണം, പിന്നെ സാധുക്കൾക്ക് കൊടുക്കണം. അതാ കർത്താവ് പറയുന്നത്. ദരിദ്രർ എന്നും നിങ്ങൾക്കുണ്ടല്ലോ, എന്നും ദരിദ്രരുണ്ട്. ഇതും കൂടെ വിഴുങ്ങുന്നത് കൊണ്ട് ലേവ്യ പുസ്തകം 27-ാം അധ്യായം പഠിക്കണം. ദശാംശം കട്ടവരെ 5-1 കൂട്ടിക്കൊടുക്കണം. 27-ന്റെ അവസാന 2-3 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മതി. ദശാംശം കൊടുത്തില്ലെങ്കിൽ 5-1 കൂട്ടിക്കൊടുക്കണം. 5-1 കൂട്ടി നോക്ക് എത്ര രൂപ മുടക്കിയിട്ടുണ്ടെന്ന്. എത്ര രൂപ മുടക്കിയിട്ടുണ്ടെന്ന് അപ്പോഴേ അറിയാം. അപ്പം ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകത്തില്ല. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ അതിന് തക്ക പ്രതിഫലം അവൻ കൊടുക്കുന്നു. മത്തായി 7:2 പറയുന്നുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ. അത് 2-3 സൈസ് അളവുണ്ട്. ചിലർ അളക്കും ഇവൻ എങ്ങനെയുണ്ട്. ഒരു പ്രോഗ്രാം വിളിച്ചു ചോദിച്ചാൽ നാട്ടിൽ മുഴുവനും വിളിച്ചു ചോദിച്ച് ഈ പുള്ളി എങ്ങനെ ഉണ്ട്. ശരിയാ, നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, നിനക്കൊക്കെ സഭയിൽ വിവേചനവരെ ഇല്ലേ? ഒരു വ്യക്തിയെ വിവേചിക്കാൻ അറിയാത്തവനില്ല, ഇല്ലല്ലോ ആ സഭയിൽ.
സഭയ്ക്കകത്ത് എന്തിനാ കൊരിന്ത്യർക്ക് 1 ലേഖനം 12:10 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? അത് കൊരിന്ത്യ സഭയ്ക്കുള്ളല്ല, നമുക്കുള്ള ദൂതല്ലേ. ആത്മാക്കളുടെ വിവേചനം, വ്യക്തികളെ വിവേചിക്കാനുള്ള കൃപ എന്താ പ്രാപിക്കാത്തെ? ഇതൊന്നും ചെയ്യില്ല. എന്നിട്ട് നാട്ടുകാരോട് വിളിച്ചു ചോദിക്കുക, കാലി കവറും കൊടുത്തിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ. 3:27 സാദൃശ്യവാക്യം. അവിടെ എന്താ? നിനക്ക് നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത്. ആരാണ് യോഗ്യൻ? ആരാണ് യോഗ്യൻ? ഗ്രാമങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവരാണ് എൻ്റെ ഭാഷ പറഞ്ഞാൽ യോഗ്യൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പട്ടിണി കിട്ടണമെന്നല്ല ഈ പറയുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത്. നിങ്ങളെ പരിപാലിച്ച് നടത്തുന്ന ഇടയന് ഒരു ബുദ്ധിമുട്ടും വരരുത്. അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരരുത്. ഒന്നും ഒരു ബുദ്ധിമുട്ട് ആർക്കും വരാൻ പാടില്ല. ഒരു ഉപദേശിയുടെ പരിതാപകരമായി പറയുന്നേ, ഒരു ഉപദേശി നല്ല ഉടുപ്പിടാൻ പറ്റത്തില്ല. ഉപദേശിയുടെ ഭാര്യ നല്ലൊരു സാരി ഉടുക്കാൻ പറ്റത്തില്ല. ഉപദേശി നല്ലൊരു വാഹനം വാങ്ങാൻ പാടില്ല. ഉപദേശി കുടില് കെട്ടിക്കിടക്കണം. നല്ലൊരു വീട് വെക്കാൻ പാടില്ല. നല്ലൊരു വാഹനം വാങ്ങാൻ പാടില്ല. ഉപദേശിയുടെ മക്കള് പഠിക്കാൻ പാടില്ല. ഉപദേശിയുടെ മക്കള്. അവർ ചെയ്തോണം. ഇവന്മാർ കൊടുക്കുവോ? അവര് ശുശ്രൂഷകരൊക്കെ തയ്യാറാ. പിള്ളേര് നീയൊക്കെ കൊടുക്കുവോ? ഒരുത്തനും കൊടുക്കൂല. നീയൊക്കെ കൊടുക്കുവോ? എൻ്റെ കുഞ്ഞിനെ രണ്ടാമത്തെ മോനെ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ 6 വർഷമാകുന്നു. സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. നീയൊക്കെ കൊടുത്തോ? എത്രയോ എണ്ണത്തിനറിയാം. എത്രയോ പേരോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ പൈസ. ഞാൻ വിളിച്ചിറങ്ങിയത് എൻ്റെ ജോലി ദുബായ് ട്രേഡോക്കിൽ ജോലിയായിരുന്നു. ജോലിയും രാജിവെച്ചിട്ട് ഇറങ്ങിയത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാ. അവനെ എൻ്റെ ദൈവം കരുതിക്കൊള്ളും. ഞാനിന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആരുടെ മുമ്പിൽ. പ്രസംഗിക്കുമ്പോൾ കൈ നീട്ടിട്ടില്ല എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ കാശ് തരണമെന്ന്. എൻ്റെ രണ്ടാമത്തെ മോനും 3ാമത്തെ മോനും അതുപോലെ തന്നെയാ. ചില സൂചനകൾ ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉള്ളവര് കൊടുക്കൂല. ഞാൻ മാത്രമല്ല, അതുപോലെ 100 കണക്കിന് ആൾക്കാരുണ്ട്. 2 കിഡ്നി നഷ്ടപ്പെട്ട ആൾക്കാർ കിടപ്പുണ്ട്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഒരു 10 രൂപ എത്ര പ്രാവശ്യം പറഞ്ഞു. 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. 10 പൈസ ആരെങ്കിലും കൊടുക്കുവോ? ആരെങ്കിലും തരുവോ? പൂച്ച കരയുന്ന പോലെ ഇങ്ങയാവോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇഞ്ഞ പോരട്ടെ. നിറയുന്നത് മുഴുവനും എനിക്കും, കവിയുന്നത് മുഴുവനും മക്കൾക്കും ഭാര്യയ്ക്കും, ബാക്കിയുള്ളത് മുഴുവനും അതിൻ്റെ മക്കൾക്കും ഇങ്ങനെ ഒരു 5-6 തലമുറ കഴിഞ്ഞ് ബാക്കിയുള്ളത് ദൈവവേലയ്ക്കും കൊടുത്താൽ മതി. എന്നാ ഇരിക്കുന്ന ഇരിപ്പി തട്ടിപ്പോകുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഞാനടക്കമായി പറയുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. വാഴ നട്ട അന്നേരം തൊട്ട് അതിൻ്റെ പുറകിൽ വളം ഇടേണ്ടത്, വെള്ളം ഒഴിക്കേണ്ട, സൂര്യപ്രകാശം ഇതൊക്കെ കൊടുത്തെങ്കിൽ തന്നെ നല്ല കൊല കിട്ടത്തുള്ളൂ. കൊലയ്ക്കാറാകുമ്പം കൊണ്ടൊന്ന് വാഴയ്ക്ക് വളം ഇട്ടാലേ കൊല കിട്ടൂല. വളം നട്ടമാകത്തേ ഉള്ളൂ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. വലുതാക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ വേറെ ഉണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കേട്ടോ. സൗരങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായി പറയുന്നത്. ദശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദ്രവ്യാഗ്രഹി എന്ന് പറയും. നീ കൊടുത്തു നോക്ക്.
100 രൂപ കിട്ടിയ വിത്തിനെ വിഴുങ്ങല്ലേ, വിത്ത് തിന്നല്ലേ ആരും. വിത്ത് വിതയ്ക്കാനുള്ളതാ. ഡോക്ടർക്ക് എത്ര കൃഷ്ണൻകുട്ടി ഡോക്ടർക്ക് എത്ര വേണം? മേ ദേഗ हमारा पास पैसा है. पास्टर बोलो, पास्टर को കൊടുക്കത്തില്ല. डॉक्टर बोलो कितना चाहिए आपको? मेरे को डेलीवरेंस होना पड़ेगा. യെസ്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് 10 രൂപ മാറ്റ്. പുതിയ നിയമത്തിൽ കൊരിന്ത്യർക്ക് 2 ലേഖനം 9-ാം അധ്യായം പഠിച്ചിട്ട് ഓകരിയ അതൊന്ന് കൊടുക്കാൻ പഠിക്ക്. പണ്ട് ഒരു എല്ലാവരും കൂടെ കൂടി ദൈവനാമത്തിന് എങ്ങനെ കാശ് ചെലവഴിക്കാമെന്ന് ചോദിച്ച് എല്ലാവരും കൂടെ കൂടി ഒരു സമ്മേളനം കൂടി. നിങ്ങളെ കേട്ടിട്ടുള്ള കഥയാ, ഞാനും പറഞ്ഞു കേട്ടതാ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി, വമ്പന്മാരെല്ലാവരും കൂടെ കൂടി, ഏറ്റവും ടോപ്പിലെ ആൾക്കാരെല്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു 100 ഫ്ലൈറ്റ് ഉള്ളവർ 10 എണ്ണം കൊടുക്കുമെന്നുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും അങ്ങ് എഴുന്നേറ്റു. അടുത്ത് 100 ബസ്സുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും അങ്ങ് എഴുന്നേറ്റു. 10 എണ്ണം ഞാൻ കൊടുക്കാനും പറഞ്ഞു. അടുത്ത് 100 ലോറിയുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാം എഴുന്നേറ്റു. 100 കാറുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും ചാടി എഴുന്നേറ്റു. 10 കാറുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തനും ഇറങ്ങി എഴുന്നേറ്റില്ല. അതിൻ്റെ അർത്ഥം എന്നാ? നേരത്തെ പറഞ്ഞതുള്ളവന്മാർ അവിടെ ഇല്ല. 10 കാറുള്ളവന്മാരുണ്ട്, ഒരെണ്ണം കൊടുക്കാനായിട്ട് എഴുന്നേൽക്കുന്നില്ല. ഇല്ലാത്തത് കൊടുക്കും, ഉള്ളത് കൊടുക്കത്തില്ല. അതാണ് കാര്യം. ഇത് വളരെ ശ്രദ്ധിച്ചോണ്ടേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ലേവ്യരെല്ലാം കൂടി ഇസ്രായേൽ ജനം സ്വന്തം ഇഷ്ടത്തിന് തിരിഞ്ഞ് ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കുവാനായി അവർ പോയപ്പോൾ ലേവ്യർ സംഗീതക്കാരും പട്ടിണിയിലായി. നെഹമ്യ 10-ാം അധ്യായം ഫുള്ള് പഠിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ 13 മുതലുള്ള വാക്യം താഴോട്ട് പഠിച്ചാൽ മതി. 10-ന്റെ 13, സോറി 13-ന്റെ 10. നെഹമ്യ 13:10. 10 മുതൽ താഴോട്ടുള്ള ഭാഗം കൂടെ ചേർത്ത് വായിച്ചാൽ കറക്റ്റായിട്ട് അറിയാം. ലേവ്യര് അവര് വേറെ പണിക്ക് പോയി. എത്രയോ ദൈവദാസന്മാർ ജോലിക്ക് പോകുന്നു. നല്ലതാ, അവർ അധ്വാനിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് നല്ലതാ. പക്ഷെ ലേവ്യർക്ക് വീതം കൊടുത്തില്ലല്ലോ. ഈ ലേവ്യർക്ക് എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ലേവ്യർക്ക് അവന്മാർ കൊടുക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയാം? ദൈവം ഇവർക്ക് വീതം വെച്ചപ്പോൾ ദൈവദാസന്മാരോട് പറഞ്ഞു, മോശയോടും അഹരോനോടും യോശുവോടൊക്കെ പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ വീതം കൊടുക്കണ്ട. ഇവരുടെ 11 ഗോത്രത്തിൽ എണ്ണണ്ട. ഈ 11 ഗോത്രക്കാരും ഇവർക്ക് എന്ത് ചെയ്യണം? 0.100 10 കൊടുത്താൽ മതി. അപ്പോൾ ഇവന് 100 കിട്ടുമ്പോൾ ലേവിക്ക് എത്ര കിട്ടും? 110 കിട്ടും. 100 കാളയുള്ളവൻ 10 കാള കൊടുക്കണം. അങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് ലേവിയർക്ക് പൈസ ഒത്തിരി ആയെന്ന് കണ്ടപ്പോൾ ഇവന്മാർ ഷടന്ന് വിധന്മാർ 100 ആടുള്ളവൻ കൊടുക്കണം. അങ്ങനെ 100 പേരൊന്ന് കൂട്ടിക്ക്. 100 പേര് 10 വെച്ച് കൊടുക്കുമ്പോൾ എത്രയായി? ഇനി 11 ഗോത്രക്കാരെ എടുക്ക്. എത്ര കാളയായി, എത്ര ആടായി, എത്ര പശുവായി ഒന്ന് കണക്കൂട്ടി നോക്ക്. മൊബൈലൊന്നും എടുക്കാതെ ഒന്ന് കണക്കൂട്ടി നോക്ക്. അതുകൊണ്ട് ലേവ്യ പുസ്തകം 27-ലേക്ക് വന്നപ്പോൾ ദൈവം പറഞ്ഞ്, ലാസ്റ്റ് വാക്യത്തിലേക്ക് വന്നപ്പോൾ, നിങ്ങൾക്ക് 5-1 കൂട്ടി കൊടുക്കണമെന്ന്. 0.5 കൊടുക്കാത്തവൻ നമുക്ക് ഓഹരിയാണേ. നമുക്ക് 0.5 ഓഹരിയാണേ. ഓക്കെ, നന്മ വേണമെങ്കിൽ പ്രാർത്ഥിക്ക് പാസ്റ്റേ. പണ്ട് തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരി പറഞ്ഞതുപോലെ, അയ്യാ 100 കിടച്ചാൽ 10 കൊടുക്കാൻ മുടിയും, 1000 കിടച്ചാൽ 100 കൊടുക്കാൻ മുടിയും, 10,000 കിടച്ചാൽ 1000 കൊടുക്കാൻ മുടിയും, 1 ലക്ഷം കിടച്ചാൽ 10,000 കൊടുക്കാൻ മുടിയും. ஆனால் 10 லட்சம் கிடச்சா எப்படியா 1 லட்சம் கொடுக்க முடியும்?
ഞാൻ പറഞ്ഞ സഹോദരി, உங்களுக்கு 10 ലക്ഷം കിടക്കവേ മാട്ടേ. മനസ്സിലിരിപ്പ് ഇതാ, 10 ലക്ഷം കിടച്ചാൽ എപ്പടി 1 ലക്ഷം കൊടുക്കാൻ മുടിയുമെന്ന് ഉപദേശിക്കും. എന്നിട്ട് പറയാം ഒരു അല്ലേ ചൊല്ലും കേന്ന്. മനസ്സിലായ? അപ്പം അതുകൊണ്ട് ഇതൊന്നുമല്ല. ദൈവദാസന്മാർ നന്നായി കിടക്കട്ടെ. ലേവിയർക്കല്ലേ കൂടുതൽ കിട്ടുന്നത് പൈസ. അപ്പം ലേവിയരല്ലേ നല്ല വീട് വെക്കേണ്ടത്? ലേവിയരല്ലേ നല്ലതുപോലെ പഠിപ്പിക്കേണ്ട പിള്ളേരെ? അവരെന്തിനാ ഇതിനകത്ത് മാറ്റി നിർത്തിയത്? അവര് ദൈവത്തിന് വേണ്ടി നിന്നവരാ. 11 ഗോത്രക്കാരോട് മോശയോട് ദൈവം പറയും, ഇതിനകത്ത് ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ 11 ഗോത്രവും കാളവിഗ്രഹത്തിൻ്റെ കൂടെ പുറപ്പാട് ദിവസം 32-ാമത്തെ കാളവിഗ്രഹത്തിൻ്റെ കൂടെ കൂടി. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, 32-ന്റെ 26-27 വാക്യം. അവിടെ പറയുന്നത് ലേവ്യരെല്ലാവരും ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി വാളെടുക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് ലേവിയെ ശിമെയോനെ അപ്പൻ ശപിച്ചത് 5, 6, 7 വാക്യത്തിലേക്ക്, ഉൽപ്പത്തി 49-ന്റെ 5, 6, 7 വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ ശപിച്ചു. പക്ഷെ അവർ കാണിച്ച തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. ഉൽപ്പത്തി പുസ്തകം 34 കാണിച്ചത് 100% തെറ്റാണ്. ഇവർ നിരപരാധികളെ കൊന്നുകളഞ്ഞു. നിരപരാധികളെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് അപ്പൻ ദൂത് പറഞ്ഞപ്പം യവന്മാരെ ശപിച്ചു, 2 കൂട്ടരെ ശപിച്ചു. പക്ഷേ യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ ശിമേനെ കുറിച്ചുള്ള പേര് കാണുന്നില്ല. ശിമേനും ലേവിയും കൂടെ വാളെടുത്ത് വെട്ടിക്കൊന്നത്. ഉൽപ്പത്തി പുസ്തകം 34 ഞാൻ പഠിച്ചാൽ മതി. പക്ഷെ ലേവ്യരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ യഹോവയുടെ പക്ഷത്തുണ്ട്, യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അങ്ങനെ ശാപം അനുഗ്രഹമായും അവിടെ മാറുന്നുണ്ട്. അപ്പൻ ശപിച്ച ശാപം 3 നൂറ്റാണ്ട് നിലനിന്നു. ശാപം അനുഗ്രഹമായി അവിടെ മാറുന്നു. എന്തുകൊണ്ടാണ്? യഹോവയ്ക്ക് വേണ്ടി തിരിഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശെ നീ പഞ്ചഗ്രന്ഥം എഴുതുമ്പോൾ ഒരു പുസ്തകം രൂപൻ്റെ എഴുതണ്ട, ശിമേൻ്റെ എഴുതണ്ട, യഹൂദയുടെ എഴുതണ്ട, ലേവിയുടെ പേരിൽ അങ്ങ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ലേവിയുടെ പേരിൽ അങ്ങ് എഴുതിക്കോ, പൗരോഹിത്യം അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. വെറുതെ ഒന്നുമല്ല, പൗരോഹിത്യം അങ്ങോട്ടും കൊടുത്തേക്കാൻ പറഞ്ഞു. എന്തെല്ലാം ഗുണങ്ങളാണ് അവർക്ക് അതുകൊണ്ട് കിട്ടിയത്. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അവരെ മാനിച്ചില്ലേ? അവരെ ദൈവം അനുഗ്രഹിച്ചില്ലേ? അവരുടെ പിൻതലമുറകളെ അനുഗ്രഹിച്ചില്ലേ? സംഖ്യാപുസ്തകമൊക്കെ അങ്ങോട്ട് 1, 2, 3, 4 അധ്യായമൊക്കെ വായിക്കുമ്പോൾ അറിയാം അവർക്കുള്ള പദവികൾ എന്താണെന്നുള്ളത്. അതിൽ കൂടെയല്ലേ മോശ വന്നത്, അതിൽ കൂടെയല്ലേ അഹരോൻ വന്നത്, മിരിയ 1-ാമത്തെ പ്രവാചകി വന്നത്, പൗരോഹിത്യം അതിൽ കൂടെ കയറിയില്ലേ? സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ലേവ്യരെ ബാക്കിയുള്ളവരെ ആക്കി വെച്ചില്ലേ ദൈവം? ബാക്കിയുള്ളതൊക്കെ ദൂരെ നിന്നോണം, ഏകദേശം 3000 മുഴം 3000 അടി ദൂരെ മാറി നിന്നോണം. സമാഗമന കൂടാരത്തോട്ട് അടുക്കരുത്. ഇവർക്ക് കണ്ടോ ഭാഗ്യം കിട്ടിയില്ലേ? ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി അവരെ തെരഞ്ഞെടുത്തില്ലേ? യാഗാർപ്പണത്തിന് വേണ്ടി കാള ആട് കൊല്ലുവാൻ, അതിനെ അറുത്ത് ദൈവം പ്രസാദിക്കുന്ന യാഗം അർപ്പിക്കുവാൻ അവരെ തെരഞ്ഞെടുത്തില്ലേ? 1-ാമത്തെ മഹാപുരോഹിതനെ അഹരോൻ കയറിയില്ലേ? മോശയുടെ അമ്മയപ്പന്മാർ അമ്രാം, യോക്കേബത്ത് ഈ പരമ്പരയിൽപ്പെട്ടവരല്ലേ? പുറപ്പാട് 6-ാം അധ്യായം പഠിച്ചാൽ മതി. 20 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണേ, ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്ക്. നിങ്ങൾ കൊടുക്ക്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക, നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും. എന്നോട് ഒത്തിരി പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് വിൽക്കാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തരാമെന്ന്.
ഞാൻ അതിൻ്റെ പുറകെയൊന്നും നിൽക്കാറില്ല, ഞാൻ പോയിട്ടുമില്ല. ഇവിടെ ഒരാൾ പ്രസംഗിക്കായിട്ട് ഈ വചനം പഠിപ്പിക്കുന്നവന് എല്ലാത്തിൽ നിന്നും ഉപകാരി കൊടുക്കണമെന്ന്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം പുള്ളിക്കറിയില്ല. കർത്താവായ യേശുക്രിസ്തു മത്തായി 10:40, 41, 42 ഈ ചെറിയവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു, എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു. അടുത്ത 41 വാക്യം യേശു പറഞ്ഞ കാര്യമാണ്. പ്രവാചകനെന്ന് മാനിച്ച് പ്രവാചകനെ മാനിച്ചാൽ പ്രവാചകന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. നീതിമാനെന്ന് വിചാരിച്ച് നീതിമാനെ മാനിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും. ഈ ശിഷ്യരിൽ ചെറിയവൻ ഒരു ഗ്ലാസ് തണ്ണീർ മാത്രം, ഒരു പാത്രം തണ്ണീർ കൊടുത്താൽ പ്രതിഫലം സ്വർഗത്തിൽ ഇല്ലാതെ പോവുകയില്ല എന്ന് സത്യമായി ദൈവം പറയുക, ഉറപ്പിച്ചങ്ങ് പറയുക. കള്ളപ്രവാചകന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവവചനമില്ലാത്ത ദൂത്, ദൈവവചനത്തിലില്ലാത്ത ആലോചന, ബന്ധനം, കെട്ട്, കുടുംബങ്ങളെ കലക്കുന്ന അതൊക്കെ ഉണ്ട്, ശരിയാ. അതിന് വെളിപ്പാട് ദിവസം 22, 10 മുതൽ 12, 13 വരെയുള്ള വാക്യങ്ങൾ അങ്ങ് വായിച്ചാൽ മതി. അനീതി ചെയ്യുന്നവനുണ്ട്, നുഴഞ്ഞു കയറ്റക്കാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്. ഇതൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. തിമോഥെയോസിന്റെ 2 ലേഖനം 3:1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അറിയാം, അന്ത്യകാലത്ത് ദുർഘടങ്ങൾ സമയങ്ങൾ വരും. ഇതിനകത്ത് കിടപ്പുണ്ട് ആൾക്കാർ. മത്തായി 24 നിങ്ങൾ പഠിച്ചു നോക്കുക. അധർമ്മം പെരുകും, വിശ്വാസത്യാഗം സംഭവിക്കും. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസ് 18:7-8. ഇതൊക്കെ സംഭവിക്കും. പ്രവാചകനെന്ന് മാനിച്ച് പ്രവാചകനെ കരുതിയാൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒരു വാക്യം കൊണ്ട് ഒരാൾ നിൽക്കരുത്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് തിരിയണം. നമുക്ക് പ്രാർത്ഥിക്കാം, അതാണ് നല്ലത്. കാരണം വേറെ ഒന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ദൈവം പ്രതിഫലം തരും. ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പുതിയ സഭയ്ക്കുള്ള ദശാംശം എന്ന് പറഞ്ഞാൽ ദശാംശമല്ല, ഓഹരിയാണ്. കിട്ടുന്നത് വിഴുങ്ങിയ ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പറയുക, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്ക്. മലാക്കി 3:10 കൂടെ ചേർത്ത് വായിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ഇത്രേ ഉള്ളൂ, മതി. അതുകൊണ്ട് ഉപദേശിമാർ വീട് വെക്കരുത്, ഉപദേശിയുടെ ഭാര്യമാർ നല്ല സാരി ധരിക്കരുത്, അവർ പുറത്തോട്ട് ഇറങ്ങരുത്. ഞങ്ങളെന്ത് ചെയ്യും? അത് സങ്കീർത്തനം 11:3. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുന്നു? പിന്നെ അവൻ എന്ത് ചെയ്യുമല്ലോ. ഞങ്ങൾ പറയും ചെയ്യണം. അതുകൊണ്ടാണ് ഉപദേശിയുടെ ഒരു പരിതാപത്തെക്കുറിച്ച് ഒന്ന് പറയുവാനുള്ള കാരണം അതാണ്. അതിൻ്റെ കൂടെ ഈ ദശാംശത്തെ പണ്ട് ഒരു പിശുക്കനായ ഒരു കളവിമാരെ പറയണ്ട, കിളവൻ. പഴയ അമ്മച്ചിമാരൊക്കെ ഒരുപാട് ആരും കാണാതെ മുളക് പൊടിക്കകത്തും മല്ലിപ്പൊടിക്കകത്തും ഒക്കെ വെച്ച് ഭർത്താക്കന്മാരെ കാണാതെ പാവപ്പെട്ട ഉപദേശിമാർ വിയർത്തൊലിച്ച് മുണ്ട് കൊടുത്ത് ജുബായി ഇട്ട് വിയർത്തൊലിച്ച് കയറി വരുമ്പോഴേ ഇതാദ്യം ആരും കാണാതെ എടുത്ത് ഇതിനകത്തുനിന്നും മുളക് പൊടിക്കകത്തുനിന്നും മല്ലിപ്പൊടിക്കകത്തുനിന്നും സാമ്പാർ പൊടിക്കകത്തുനിന്നും ഒക്കെ വാരി എടുത്ത് കൊടുക്കും. പക്ഷെ അവരുടെ തലമുറകളെ ദൈവം മാനിച്ചത് നോക്ക്. അന്നത്തെ നോട്ടിന് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും സാമ്പാർ പൊടിയുടെയൊക്കെ മണമാണ്, മഞ്ഞപ്പൊടിയുടെയൊക്കെ മണം. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ സ്പ്രേയുടെ മണമാണ്. ഈ സ്പ്രേയുടെ മണം വന്നതിന് ശേഷം അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അതിലേക്ക് പോട്ട്. അതുകൊണ്ട് ആരും വിഷമിക്കാനല്ല, നന്മ പ്രാപിക്കാൻ വേണ്ടി പറയുക.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ, വചനം കേൾക്കുന്ന എല്ലാവരെയും കുടുംബമായി തലമുറയായി ദൈവം അനുഗ്രഹിക്കട്ടെ. ജാതിമത ഭേദമന്യേ അനേകർ കേൾക്കുന്നുണ്ട്. അവരോടല്ല ഞാൻ പറയുന്നത്, ഇത് ഞങ്ങളുടെ ആൾക്കാരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പോകണ്ട. ആരെയും കരയിപ്പിക്കാനും പോകണ്ട. തിരുവെഴുത്തുകളെ ജീവനുള്ള വചനത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നൊരു പദം മാത്രമേ പറയുന്നുള്ളൂ. അതിനുവേണ്ടി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു പിതാവേ. തിരുവെഴുത്തിൽ കൂടെ തിരുവചന സത്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുവചന സത്യങ്ങളെ പറയുവാനും അടിയന് കൃപ തന്നല്ലോ, നന്ദി. ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് യാക്കോബിൻ്റെ ദശാംശത്തിൻ്റെ കെട്ടഴിഞ്ഞതുപോലെ ഉൽപ്പത്തി 28 21 22 വാക്യപ്രകാരം കെട്ടഴിഞ്ഞതുപോലെ ദശാംശം ഒരു കെട്ടായിട്ടിരിക്കുന്നെങ്കിൽ കർത്താവെ, ആ കെട്ടൊന്ന് അഴിയുവാൻ ദൈവം അവിടെ നിന്ന് ഇടയാക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് അതിന് കൊടുക്കുന്നവർക്ക്, കരം നീട്ടുന്നവർക്ക്, ഇസാക്കാ ദേശത്ത് ക്ഷാമം വന്ന ആണ്ടിൽ വിതച്ചപ്പോൾ 100 മേനി നന്മ കിട്ടിയെന്ന് ഉൽപ്പത്തി 26 12 13 പറയുന്നു. അവൻ വർദ്ധിച്ചു മകാതന ഇല്ലായ്മയിലും കൊടുത്തു, വർധനവുണ്ടായി. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. കുടുംബമായി അനുഗ്രഹിക്കണം. ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കട്ടതയിലും പ്രയാസത്തിലും വേദനയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട് പിതാവ്. തലമുറകൾക്ക് വേണ്ട നന്മകളെ കൊടുക്കണം. കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് മാനിക്കണം. അടിയൻ പാർക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ സഹായിക്കണം. ഒരു കാലാവസ്ഥ കെടുതികളെ ഒന്നും വരാതെ വണ്ണം കാക്കണം. കുവൈറ്റിൽ നടന്ന സംഭവത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജാതിമത ഭേദമനെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആശ്വസിക്കണമേ. ആമേൻ, സ്തോത്രം. ആമേൻ. അവിടുന്ന് ജാതിമത ഭേദമനെ എല്ലാ കുടുംബാംഗങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവകൃപ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു യുദ്ധങ്ങളോ യുദ്ധക്കെടുതികളോ ക്ഷാമങ്ങളോ ഭൂകമ്പങ്ങളോ ഒന്നും വരാതെ, കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഒന്നും വരാതെ സ്വർഗത്തിലെ ദൈവം കാക്കണം. ഭരണാധികാരികളെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അധികാരികൾ, ആമേൻ, വക്കീലന്മാർ, നഴ്സുമാർ, ഡോക്ടർമാർ, ജഡ്ജിമാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ കുടുംബാംഗങ്ങളെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരത്തിൽ മുങ്ങിയിരിക്കുന്നവർ, കർത്താവ് ഇന്ന് 7.5 കോടി രൂപ കടമുണ്ടെന്നൊരു സഹോദരൻ വിളിക്കുവാനിടയായി. ആ സഹോദരൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. കർത്താവ് അവനോട് മനസ്സറിയണം, കരുണ കാണിക്കണം. വിളിച്ചു പ്രാർത്ഥിച്ചു, ധൈര്യപ്പെടുത്തി നിർത്തി ദൈവം കൃപ കൊടുക്കണം. ഒരിക്കലും കർത്താവെ, പലരും തന്നെ വേദനിപ്പിക്കുമ്പോൾ, തന്നെ തള്ളിപ്പറയുമ്പോൾ സമാധാന വചനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ അടിയനും കൃപ ചെയ്തു. നന്ദി പറയുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവളെ ഏൽപ്പിക്കുന്നു. അവർക്ക് നൽകി തന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് നന്മകളെ കൊടുക്കണം. ദൈവപ്രവൃത്തി തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ.
മഹത്വം എല്ലാം എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.